ഗംഗയായി ശോഭന മണിച്ചിത്രത്താഴിൽ, തങ്കമണിയായി ഉർവശി വെങ്കലത്തിൽ, മാലതിയായി ഗീത വാത്സല്യത്തിൽ, ആനിയായി മാധവി ആകാശദൂതിൽ, ഭാനുവായി രേവതി ദേവാസുരത്തിൽ, രാജലക്ഷ്മിയായി സുഹാസിനി സമൂഹത്തിൽ. എണ്ണം പറഞ്ഞ നായികമാരുടെ എണ്ണം പറഞ്ഞ പ്രകടനം കൊണ്ട് മലയാള സിനിമയുടെ കണ്ണഞ്ചിയ വർഷം 1993. ഇവർക്കിടയിലേക്ക് അസലൊരു ആൺകുട്ടി രാംകുമാർ ചെങ്ങമനാടായി കണ്ണിറക്കിക്കൊണ്ട് അമ്മയാണെ സത്യത്തിലൂടെ ആനി കൂടി എത്തിയപ്പോൾ മലയാള സിനിമയുടെ നായികാ താരാപഥം അക്ഷരാർത്ഥത്തിൽ ഒന്നുകൂടി ചേതോഹരമായി. അടുത്ത വീട്ടിൽ പൂവിടർന്ന പോലൊരു സുന്ദരമുഖം കണ്ടപ്പോൾ ഫോട്ടോഗ്രാഫർ കെ ജയകുമാർ ഒരു കൗതുകത്തിന് പെൺകുട്ടിയുടെ കുറച്ച് സ്റ്റിൽസ് എടുത്തു. അതിലൊരെണ്ണം കലാകൗമുദിയുടെ മുഖചിത്രമായി അച്ചടിച്ചു വന്നു. ആ ഫോട്ടോ കണ്ട ദൂരദർശൻ അധികൃതരിൽ ആരോ ബാലചന്ദ്ര മേനോനെ ഇന്റർവ്യൂ ചെയ്യാൻ പെൺകുട്ടിയെ വിട്ടുതരാമോ എന്ന് അച്ഛനോട് ചോദിച്ചു. അമ്മയാണെ സത്യത്തിലെ ആൺവേഷത്തിന് പറ്റിയ ഒരു പെൺമുഖം അന്വേഷിച്ചു നടന്ന മേനോന് പെൺകുട്ടിയുടെ ഭാവചലനങ്ങൾ ബോധിച്ചു. തിരുവനന്തപുരം ഹോളി ഏഞ്ചൽസിലെ 10ാം ക്ലാസ്സുകാരി ആനി ജോബിയോട് അദ്ദേഹം തുറന്നു ചോദിച്ചു, എൻ്റെ അടുത്ത പടത്തിൽ നായികയാവാമോ? എജീസ് ഓഫീസിൽ ഓഡിറ്ററായ അച്ഛൻ ജോബിക്ക് 100 സമ്മതം. അങ്ങനെയാണ് അമ്മയാണെ സത്യത്തിൽ രാംകുമാറായി ആനി അഭിനയം തുടങ്ങുന്നത്. ആദ്യ ഷോട്ട് മാമുക്കോയ്ക്കൊപ്പം. അത് ഒറ്റ ടേക്കിൽ ഭംഗിയാക്കിയതോടെ മലയാള സിനിമയിൽ മറ്റൊരു നായികാ വരവിന് സമാരംഭവുമായി. പകുതിയിലധികം സീനുകളിൽ നായിക ആൺവേഷത്തിലെത്തുന്നത് മലയാള സിനിമയിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവം പോലും ആയിരുന്നില്ല. ശാലീന സുന്ദരിയോ മാതകത്തിടമ്പോ ആയി മാത്രം നായികയെ കണ്ടുശീലിച്ച പ്രേക്ഷകന്റെ കാഴ്ചാസങ്കല്പങ്ങൾ അപനിർമ്മിച്ച് തിളക്കമുള്ള കണ്ണുകളും നിഷ്കളങ്കതയും തൻ്റെയിടവും സമന്വയിച്ച കൗമാരക്കാരൻ്റെ മുഖഭാവവും എടുത്തടിക്കുന്ന സംഭാഷണങ്ങളും കൊണ്ട് രാമൻ ക്ഷണനേരം കൊണ്ടവൻ്റെ ഹൃദയത്തിൽ ഇടം നേടി. കൂസലില്ലായ്മയായിരുന്നു അമ്മയാണെ സത്യത്തിലെ രാംകുമാർ എന്ന പാർവതിയുടെ മുഖമുദ്ര. എങ്കിലും തന്നെ തിരിച്ചറിഞ്ഞ നായകന് മുമ്പിൽ ഇടയ്ക്കിടെ അനാവൃതമാവുന്ന ലജ്ജയുടെയും പ്രണയത്തിൻ്റെയും മിശ്രഭാവങ്ങൾ ആനിയിലെ അഭിനേത്രിക്കും കാഴ്ചക്കാർക്കുമിടയിൽ അഭൗമമായൊരു കാന്തിക മണ്ഡലം തന്നെ പണിതുയർത്തി. ആനിയെ കാണാൻ വേണ്ടി മാത്രം പ്രേക്ഷകർ തിയേറ്ററിലേക്ക് ഒഴുകി. അങ്ങനെ വലിയൊരു വിജയമായി അമ്മയാണെ സത്യം പരിവർത്തനപ്പെട്ടു. രുദ്രാക്ഷത്തിലെ ഗൗരിയായി 1 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പിന്നെയും ആനിയുടെ സുന്ദരമുഖം വെള്ളിത്തിരയിൽ തെളിഞ്ഞു. നായകനൊപ്പം ആദ്യന്തം ഓടിക്കൊണ്ടിരിക്കുന്ന ഗൗരിയെ നടി മിഴിവോടെ അവതരിപ്പിച്ചെങ്കിലും രുദ്രാക്ഷം വിജയമായില്ല. പക്ഷേ തൊട്ടടുത്ത ചിത്രം മഴയത്ത് മുംബൈയിലെ ശ്രുതി 95ന്റെ നമ്പർ 1 നായിക എന്ന പദവി ആനിയുടെ കാൽക്കീഴിലെത്തിച്ചു. 10 സിനിമകളിലാണ് 95ൽ നടി അഭിനയിച്ചത്. അപശ്രുതിയായി ക്യാമ്പസ് വിറപ്പിച്ച് സ്വന്തം അധ്യാപകനെ സ്വയം മറന്ന് പ്രണയിച്ച് ഒടുവിൽ അയാൾ വികലാംഗയായ മറ്റൊരു പെൺകുട്ടിയുടെ സർവസ്വവുമാണെന്നറിയുമ്പോൾ പൊട്ടിത്തെറിച്ച് അങ്ങനെ വൈകാരികാഭിനയത്തിൻ്റെ സമസ്ത ഭാവങ്ങളും പ്രകടിപ്പിക്കാൻ മഴയത്ത് മുംബൈയിലെ ശ്രുതിയിലൂടെ ആനിക്ക് കഴിഞ്ഞു. വാശി പിടിച്ച് നേടിയെടുത്ത ദാമ്പത്യത്തിൻ്റെ നിഷ്ഫലതയിൽ മനംനൊന്ന് തേങ്ങുമ്പോൾ, കുറ്റബോധത്തിൻ്റെ അഗ്നിയിൽ ശോഭനയുടെ ഉമയ്ക്ക് മുമ്പിൽ ഉരുകുമ്പോൾ ആനിയിലെ അഭിനയ കരുത്തിന് പ്രേക്ഷകർ ഉരുക്കെന്ന് മാർക്കിട്ടു. ആദ്യനായകൻ മുകേഷിനൊപ്പം ഇതേ വർഷം പാർവതി പരിണയം, ടോം ആൻഡ് ജെറി, കല്യാൺജി, ആനന്ദ്ജി എന്നിങ്ങനെ 3 സർപ്രൈസ് ഹിറ്റുകൾ നൽകാനും ആനിക്ക് കഴിഞ്ഞു. കൂട്ടത്തിൽ പാർവതി പരിണയത്തിലെ ടൈറ്റിൽ വേഷത്തിലാണ് നടി ഏറ്റവും തിളങ്ങിയത്. അതേസമയം സുരേഷ് ഗോപിക്കൊപ്പം എത്തിയ അക്ഷരം, സാക്ഷ്യം എന്നീ സിനിമകൾ രുദ്രാക്ഷത്തിൻ്റെ ദുർവിധിയുടെ തനിയാവർത്തനങ്ങളായും മാറി. കടലോളം ദുഃഖം ഉള്ളിലൊതുക്കി ഒരു കൂട്ടം യുവാക്കളെ ആഷ്പുഷായി മോഹിപ്പിക്കുന്ന ആലഞ്ചേരി തമ്പ്രാക്കളിലെ ലേഖാവർമ്മയും ഒട്ടേറെ ആരാധകരെ നടിക്ക് നേടിക്കൊടുത്തു. റഹ്മാന്റെ നായികയായി എത്തിയ മഴവിൽ കൂടാരം വിജയം നേടിയെങ്കിലും ഹരിത എന്ന തമിഴ് ഗ്ലാമർ നടി പോലും ഉപേക്ഷിച്ചു പോയ ആ ക്യാരക്ടർ ആനിയെ പോലൊരു നടി എന്തിനെ കൈകാര്യം ചെയ്തുവെന്നൊരു ചോദ്യം മാത്രം ചിത്രം ബാക്കി നിർത്തി. കരിയറിലെ വമ്പൻ വിജയങ്ങളിൽ മറ്റൊന്ന് പുതുക്കോട്ടയിലെ പുതുമണവാളൻ നടിയിലേക്ക് എത്തുന്നതും ഇതേ വർഷം തന്നെ.
ചിത്രത്തിലെ ജയറാം നായിക ഗീതു മലയാളത്തിലെ ഏറ്റവും താരമൂല്യമുള്ള നായികയായി ആനിയെ ഒരിക്കൽ കൂടി അരക്കെട്ടുറപ്പിച്ചു. അതേസമയം വർഷാന്ത്യത്തിലിറങ്ങിയ ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസ് നടിയുടെ കരിയറിലെ മറ്റൊരു ഫ്ലോപ്പ് ചിത്രങ്ങളിലൊന്നായി. നൈസർഗികമായ അഭിനയകാന്തിയുടെ അത്യുന്നതങ്ങളിൽ 96-ൽ ഒരിക്കൽ കൂടി ആനിയെത്തുന്നത് സ്വപ്നലോകത്തെ ബാലഭാസ്കരനിലെ ചന്ദ്രികയിലൂടെ. മുറിവേറ്റ ഭാര്യയുടെ വീറും വെറിയും ചിത്രത്തിൽ ആനി ഉജ്ജ്വലമാക്കി. മൂക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാവിലെ ചാന്ദിനി, കിരീടമില്ലാത്ത രാജാക്കന്മാരിലെ നാൻസി, മിസ്റ്റർ ക്ലീനിലെ നന്ദിനി, 96-ലെ മറ്റ് 3 വേഷങ്ങളും നടിയെന്ന നിലയ്ക്ക് ആനിയെ പരിഗണിച്ചതേയില്ല. എങ്കിലും മൂക്കില്ല രാജ്യത്തൊഴികെയുള്ള സിനിമകൾ തിയേറ്ററിൽ പിടിച്ചു നിന്നവ തന്നെ. മോഹൻലാലിൻ്റെ നായികയായി ചിത്രവർണ്ണത്തേര് എന്നൊരു ചിത്രം അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷാജി കൈലാസിൻ്റെ ഭാര്യ ചിത്രയായി ആനിയുടെ ഓർക്കാപ്പുറത്തുള്ള പിന്മാറ്റം.